അപ്പോൾ വിശദമായ വാർത്തകളിലൂടെ പോകുമ്പോൾ വയനാട് മുള്ളനക്കൊല്ലി പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ പിതാവിന് ജോലിക്ക് വിലക്കേർപ്പെടുത്തി INTUC. വിഷ്ണു സിയാന്റെ അച്ഛനെയാണ് ജോലിയിൽ നിന്ന് വിലക്കിയത്. വിഷ്ണു തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയാൽ ജോലിക്ക് വരാമെന്നാണ് INTUCയുടെ നിലപാട്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ലിനറ്റ് വർഗീസ് ചേരുകയാണ്. ലിനറ്റ്, അസാധാരണമായ ഒരു നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ നിന്നുള്ള പിന്മാറ്റം നടത്താനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു. എന്താണ് അവിടുത്തെ സാഹചര്യം? തീർച്ചയായും സംഗീത, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ മത്സരരംഗം മുറുകയാണ്. അതിപ്പോൾ കുടുംബത്തേക്കും എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിലെ മുള്ളംകൊല്ലിയിലെ 16-ാം വാർഡിലാണ് വിഷ്ണു മത്സരിക്കുന്നത്. 18-ാം വാർഡിലാണ് വിഷ്ണു മത്സരിക്കുന്നത്. വിഷ്ണുവിൻ്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതേ ഉള്ളൂ. അതിന് തൊട്ട് മുമ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനായിരിക്കുന്ന രാജൻ, INTUCയിലെ അംഗമാണ്, അവിടെ ലോഡിംഗ് തൊഴിലാളിയാണ്, അദ്ദേഹത്തിനോട് ജോലിക്ക് പ്രവേശിക്കരുത് എന്ന് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. നമ്മോടൊപ്പം വിഷ്ണുവിന്റെ അച്ഛൻ രാജനും ചേരുന്നുണ്ട്. ചേട്ടാ, എപ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്? ഇന്ന് രാവിലെയാണ് എന്നോട് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഞാൻ വീട്ടിൽ പിന്നെ തൊഴിലിന് വേണ്ടി വരികയായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ടൗണിൽ നിന്ന് ഞാൻ പിന്നെ പണിസ്ഥലത്തേക്ക് വരുന്ന സമയത്ത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, രാജൻ പിന്നെ പണിക്ക് പോകണ്ട. ഞാൻ ചോദിച്ചാൽ എന്താണ് മണിയായിട്ട് കാരണം? മണി എന്നാണ് ഞങ്ങളുടെ നേതാവിൻ്റെ പേര്. അന്നേരം പിന്നെ അതൊന്നും നിങ്ങൾ അറിയണ്ട, നിങ്ങളോട് പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അത് അനുസരിച്ചാൽ മതിയല്ലോ, ഞാനാണ് നിങ്ങളുടെ നേതാവ്. അന്നേരം ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു കാരണം ഇന്ന് രാവിലെയാണ് പറയുന്നത്. അതിന് മുമ്പ് എന്നോട് സൂചിപ്പിച്ചായിരുന്നു, മോൻ ഇതുപോലെ മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ, അവന് 10-24 വയസ്സായി, അവന് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവനിപ്പോൾ നിൽക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് കൊണ്ടായിരിക്കണം എന്നോട് പണിക്ക് കയറണ്ടെന്ന് പറഞ്ഞത്. പ്രഖ്യാപനമൊന്നും ആയിട്ടില്ല ഇതുവരെയായിട്ട്. എന്നിട്ട് അവർ എന്നോട് ഇതുപോലെ പണിക്ക് കയറണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഡ്രസ്സ് മാറി ഞാൻ വാഹനത്തിൻ്റെ അടുത്ത് തൊഴിൽ സ്ഥലത്ത് വന്നപ്പോഴാണ് ഇവർ എൻ്റെ ടേൺ മൂപ്പം പറയുന്നത്, പിന്നെ മണിയേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ പണിക്ക് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം അവൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിഷയമില്ല, പിന്നെ മണിയേട്ടൻ പറയുമ്പോൾ നമുക്ക് അനുസരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്നെ പണിക്ക് കയറ്റി കഴിഞ്ഞാൽ അവനും പണി ഇൻസ്ട്രുമെൻറ്റ് കിട്ടും. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്. അത് പിന്നെ എനിക്ക് നിങ്ങളോടൊരു വിരോധമല്ല, പക്ഷേ മണിയേട്ടൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണമെന്ന് അത് ഒരു പ്രാവശ്യം ആവശ്യപ്പെട്ടായിരുന്നു. അവനെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, ഇല്ലെങ്കിൽ അവനോട് തെരഞ്ഞെടുപ്പിന് നിൽക്കരുതെന്ന് പറയണം എന്ന് പറഞ്ഞു. സംഗീത, നമുക്ക് നിലവിൽ നോക്കിയാൽ മനസ്സിലാവും, രാജൻ ചേട്ടൻ ജോലി ചെയ്യുന്ന തൊട്ടടുത്ത് ഇത്തരത്തിൽ ലോഡിംഗ് നടക്കുന്നുണ്ട്. അവിടെ നിന്ന് മാറിയാണ് ഇദ്ദേഹം നിൽക്കുന്നത്. നമ്മുടെ ഇപ്പം ചേരുന്നത് രാജൻ ചേട്ടൻ്റെ മകൻ. ഇത്തവണത്തെ മത്സരത്തിന് ഇറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ SFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. നിലവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടുണ്ടോ? നിലവിൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാലും നമ്മൾ വീടുകളൊക്കെ കയറി പ്രവർത്തനം, ഭവന സന്ദർശനമൊക്കെ തുടങ്ങിയിട്ടുണ്ട് നിലവിൽ. അതേ തുടർന്നാണോ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? അത് ഭവന സന്ദർശനമൊക്കെ തുടങ്ങി. നിലവിൽ 18-ാം വാർഡിൽ ലീഗാണ്. അവർ ഭയങ്കര വാർത്തയ്ക്കായിട്ട് അവരുടെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കും. അതിനുശേഷം അവരൊരു വർക്കും എടുത്തിട്ടില്ല. നിലവിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു രോഷം കൊണ്ടായിരിക്കും അവർ നിലവിൽ ഇങ്ങനെ അച്ഛനെ പണിയിൽ നിന്ന് മാറ്റി എടുത്തിട്ടുള്ളത്. അവർ തുടർച്ചയായിട്ട് അവർ ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ് ലീഗുകാർ. അവർ പേടിയുള്ളത് കൊണ്ടായിരിക്കും അവർ ഈ പ്രാവശ്യം ഇങ്ങനെ അച്ഛനെ മാറ്റി നിർത്തി ഭീഷണിപ്പെടുത്തിയിട്ട് മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നത്. നിലവിൽ മത്സരരംഗത്ത് സജീവമാകാനുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും മത്സരിക്കും. ഇപ്രാവശ്യം എന്തായാലും മത്സരിക്കണം. ആ വാർഡ് പിടിക്കും. നിലവിൽ അച്ഛനും ഉണ്ടാകും കൂടെ. നിലവിൽ എന്തായാലും അച്ഛനെ ഇനി കൂട്ടി നിർത്തിയിട്ട് അങ്ങനെ അച്ഛനെ മാറ്റി നിർത്തി അച്ഛൻ്റെ തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നമ്മളെ പാർട്ടി അച്ഛനെ കൂടെ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനും കൂടെ ഉണ്ടാവും. നാളെ മുതൽ അച്ഛനും കൂടെ നിന്ന് വോട്ട് ചോദിക്കാൻ. ഇതുവരെ രണ്ടുപേരും രണ്ട് പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ശേഷം വീണ്ടും ഒരു പാർട്ടിയിലേക്ക് വരികയാണ്. അച്ഛന് സംരക്ഷിക്കാമെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ അച്ഛന് തൊഴിൽ പാർട്ടി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സംഗീത, നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സജീവമായിരിക്കുന്നതോടുകൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ രാജൻ ചേട്ടനെ ഇദ്ദേഹത്തിനെ പാർട്ടി കൂടെ നിർത്തുമെന്നും മത്സരരംഗത്ത് സജീവമായി അച്ഛനും മകനും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സംഗീത, ശരി ലിനറ്റ്. അങ്ങനെ തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ വിവിധ തരത്തിലുള്ള കാര്യങ്ങളാണ് ഓരോ ഇടത്തു നിന്നും വരുന്നത്. എന്താണെങ്കിലും ഒരു തൊഴിൽ നിഷേധമാണ് ഏറ്റവും ഒടുവിലായി ലിനറ്റ് വർഗീസ് വിശദമാക്കിയത്.